ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് എങ്ങോട്ടെന്ന തിയേറ്ററിലേക്കാണ്. ഒടുക്ക തുറക്കപ്പെടാത്ത കൊണ്ട് തന്നെ കോളേജിൽ പോകാനും പറ്റില്ല സുഹൃത്തുക്കളെ. സമയം പോയി. വെറുതെ വീട്ടിലേക്കാണല്ലോ കരുതി എന്നെ വിളിച്ച് അവളെ വേണം പറയാൻ. കാരണം 11 മണിയുടെ ഷോയിന് 11:15 കയറേണ്ട അവസ്ഥയാക്കി കൊടുത്തു സുഹൃത്തുക്കളെ. ഞാൻ എന്നോട് ഇത്രയുമായിട്ടല്ലെങ്കിൽ വേറൊന്നും അല്ല. കാരണം എന്റെ ചേച്ചിയുടെ കൂട്ടുകാരി ആദ്യമായിട്ടാണ് തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ എന്റെ ചേച്ചിക്ക് അവളുടെ കൂട്ടുകാരി ആദ്യമായിട്ട് കാണുന്ന ശേഷം നല്ല വൃത്തിക്ക് കാണാൻ പറ്റാത്തതിന്റെ വിഷമാണ് സുഹൃത്തുക്കളെ അവൾ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നെ പറയുന്നുള്ള കാര്യമുണ്ട്. കാരണം അവൾ ഒരുങ്ങി നിന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സിനിമ തുടങ്ങി കഴിഞ്ഞിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഇന്റർവെല്ലായി കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും എന്തൊക്കെയോ ഇപ്പൊ മറിച്ച് വാങ്ങുമെന്ന മട്ടിൽ ഞങ്ങൾ 3 പേരും അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ 3 പേരും കുറച്ച് ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ എങ്ങനെയൊക്കെ പൈസ വെപ്പിച്ച് ഒരു വെള്ളം ഒരു പൂക്കോണും വാങ്ങി സുഹൃത്തുക്കളെ. അങ്ങനെ 2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സിനിമ കഴിഞ്ഞിരിക്കുന്നു. രേഖാചിത്രം നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ചെന്ന് പറയട്ടെ. എന്റെ ചേച്ചി ആർക്കോ എപ്പോഴോ കൊടുത്ത പൈസ ഇപ്പൊ തിരിച്ചിട്ടിരിക്കുന്നു. എനിക്ക് പൈസ കൈ വരുമ്പോൾ എന്തോ ചൊറിച്ചിലല്ല. അങ്ങനെ ഞാൻ എന്റെ ചേച്ചി ഒന്നും നോക്കിയില്ല. ഞങ്ങൾ അൽഫാം മന്തി വാങ്ങി കഴിച്ചു സുഹൃത്തുക്കളെ. അങ്ങനെ മന്തി കഴിച്ചത് അടുത്ത പാൽസർബത്താണ്. എന്റെ ചേച്ചി മുന്നേ കഴിച്ചിട്ടുണ്ട്. എന്നെ ട്രൈ ചെയ്യിപ്പിച്ചാണ്. സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമയും കണ്ട് കുഴിമന്തിയും കഴിച്ച് പാൽസർബത്തും കുടിച്ചത് പൊഴിഞ്ഞ വിലത്തെ വീട്ടിൽ പോകുന്ന സുഹൃത്തുക്കളെ. ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു. ആ പൈസ കൊണ്ട് ഓട്ടയ്ക്കാണോ പോയാൽ മതിയായിരുന്നു. കാണപ്പോൾ അത്രയ്ക്ക് വെയിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. വീട്ടിൽ പോവുക, ഫ്രഷ് ആയി കിടക്കുക. അത്രയ്ക്കും ടയേർഡായപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.